ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമപതേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണായ നമോ 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 നാരായണായ നമഃ. ശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. സാനന്ദരൂപം സകലപ്രബോധം മാരുന്ന ധ്യാനാമൃതപാരിജാതം മാരുഷ്യ പത്മേശ്വരി വിസ്വരൂപം പ്രണമ്യതുഞ്ചത്തുമാര്യപാദം. രാവണശുക സംവാദം. ഭക്തിമുഖനും അവനോട് ചോദിച്ചാരെന്തു നീ വൈകുവാൻ കാരണം ചൊല്ലിടൂ. വാനരന്മാരറിഞ്ഞു പിടിച്ചഭിമാന വിരോധം വരുത്തിയാരോ തവ. ക്ഷീണഭാവം കലർന്നിടുവാൻ കാരണം മനസേ ഖേദം കടഞ്ഞു ചൊല്ലിയിടടോ. രാത്രിഞ്ചരന്ദ്രോക്തി കേട്ടു ശുകൻ പരമാർത്ഥം ദശാനനോട് ചൊല്ലിയിടിനാൻ. രാക്ഷസരാജപ്രവര ജയ ജയ മോക്ഷോപദേശമാർഗേണ ചൊല്ലിയിടുവൻ. സിന്ധു തന്നുത്തര തീരോവരി ചെന്നൊരന്തരമെന്നേ ഞാൻ തമ വാക്യങ്ങൾ ചൊന്ന നേരത്തവനെ അവനെന്നെ പിടിച്ചുടൻ കൊന്നുകളവാൻ തുടങ്ങും ദശാന്തരി. രാമ രാമ പ്രഭോ പാഹി പാഹീതി ഞാനാമയം പൂണ്ടു കരഞ്ഞ നാദം കേട്ടു. ദൂതനാരവധ്യരായപ്പതിന്നയപ്പതിന്നാദരവോടരുൾ ചെയ്തു ദിശാദയാപരൻ. വാനരന്മാരുമയച്ചാരതുകൊണ്ടു ഞാനും ഭയം തീർന്നു നീളേ നടന്നുടൻ. വാനരശൈല്യമെല്ലാം കണ്ട പോനിതു മാനവവീരാനനുജ്ഞയാ സാദരം. പിന്നെ രഘുത്തമനോട് ചൊല്ലിതാൻ ചെന്നു നീ രാവണനെ തന്നോട് ചൊല്ലുക. സീതയെ നൽകിയിടു ഒന്നുകിലല്ലേതുമേ വൈകാതെ യുദ്ധം തുടങ്ങുക. രണ്ടിലോ മുന്നുഴറി ചെയ്തു കൊള്ളണം രണ്ടും കണക്കരിക്കുന്നു പറയണം. എന്തു ബലം കൊണ്ട് സീതയെ കട്ടുകൊണ്ടന്ധനായി പോയി വന്നിരുന്നു കൊണ്ടു ഭവാൻ പോരുമതിന്നു. ബലമെങ്കിൽ എന്നോടു പോരിനായി കൊണ്ടു പുറപ്പെടുകാശുനീ. ലങ്കാപുരവും നിശാചരസേനയും ശങ്കാവിഹീനം ശരങ്ങളെ കൊണ്ടു ഞാനൊക്കെ പൊടിപ്പെടു തെന്നുള്ളിൽ വന്നിങ്ങു മുക്കൊരു രോഷവുമാശു തീർത്തിടുവാൻ. നക്തഞ്ചരകുലശ്രേഷ്ഠൻ ഭവാനൊരു ശക്തരെന്നാകിൽ പുറപ്പെടുകാശുനി എന്നരുളി ചെയ്തരുളിയിടിനാൻ നിന്നുട സോദരൻ തന്നോടുകൂടവേ. സുഗ്രീവലക്ഷ്മണന്മാരു മുന്നിച്ചു നിഗ്രഹിപ്പാനായി ഭവന്തം രണാങ്കണി കണ്ടുകൊണ്ടാലോ മസഖ്യം ബലം ദശകണ്ഠപ്രഭോ കവിപുങ്കവ പാലിതം. പർവ്വതസന്നിഭന്മാരായ വാനരകുലുങ്കവേ ഗർജനവും ചെയ്തു സർവലോകങ്ങളും ഭസ്മമാക്കിയിടുവാൻ ഗർഭം കലർന്നു നിൽക്കുന്നതു നിർഭയം സംഖ്യയുമാർക്കും ഗണിക്കാവതല്ലിക സംഖ്യാവതാമരനായ കുമാരനും. ഹുങ്കാരമേറിയ വാനരസേനയിൽ സംഘപ്രധാനന്മാരെ കേട്ടുകൊള്ളുക. ലങ്കാപുരത്തെയും നോക്കി നോക്കി ദ്രുതം ശങ്കാവിഹീരാമലറി നിൽക്കുന്നവൻ 100,000 പടയോടും ഇരുവുക്കളെ നീറാക്കുവാൻ
ഉഴറ്റോടു വാൽപൊങ്ങിച്ചു കാലിനം പേടിച്ചു മണ്ടു അവനോടു നീലനാം സേനാപതി വന്യം നന്ദനൻ അങ്കദരാകൂമിളയ രാജാവതിനങ്ങേരു പത്മകിഞ്ചക സമപ്രഭൻ വാൽ കൊണ്ടു ഭൂമിയിൽ തച്ചുതച്ചങ്ങനെ ബാലിതൻ നന്ദനദ്രീശിങ്കോപമൻ തൽപാർശ്വസേമനി നിൽക്കുന്നതു വാതകൻ തൊൽപുത്രഘാതകൻ രാമചന്ദ്രപ്രിയൻ സുഗ്രീവനോടു പറഞ്ഞു നിൽക്കുന്നവനുഗ്രനാം ശ്വേതൻ സമപ്ലവൻ രംഭരങ്ങേതരൻ മുമ്പിൽ നിൽക്കുന്നവൻ വമ്പനായുള്ള ശരവൻ മഹാബലൻ മൈതനങ്ങേതവൻ തമ്പി വിവിധരും വൃന്ദാര വൈദ്യനന്ദനന്മാരല്ലോ സേതുകർത്താവാം നളാതിന്നെ കേതുമേ ബോധമേറും വിശ്വകർമാവു തന്മകൻ താരൻ പനസൻ കുമുദൻ വിനതനും വീരൻ വൃഷഭൻ വികടൻ വിശാലനും മാരുതിതൻ പിതാവാകിയ കേസരിശൂരനായിടും പ്രമാധീശതബലേ സാരനാം ജാമ്പവാനും വേഗദർശിയും വീരൻ ഗജനും ഗവയൻ ഗവാക്ഷനും ശൂരൻ ദധിമുഖൻ ജ്യോതിർമുഖപതി മുഖനദീ ഘോരൻ സുമുഖനും ദുർമുഖൻ ഘോമുഖൻ ഇത്യാദി വാനരാനായകന്മാരെ ഞാൻ പ്രത്യേകമെങ്ങനെ ചൊല്ലുന്നതും പ്രഭോ ഇത്തരം വാനരനായകന്മാരു 27 കോടി ഉണ്ടുള്ളെന്നറിഞ്ഞാലും ഉള്ളം തെളിഞ്ഞു പോർക്കായി 21 വെള്ളം പടയവർക്കുള്ളവയെല്ലാം ദേവാരികളെ എടുക്കുവാനായി വന്ന ദേവാംശ സംഭവന്മാരിരുവരെ വരും ശ്രീരാമദേവരും മാനുഷനല്ലാതി നാരായണനാം പരൻ പുരുഷോത്തമൻ സീതയാകുന്നതു യോഗമായാദേവി സോദരൻ ലക്ഷ്മണനായ അനന്തനും ലോകമാതാവും പിതാവും ജനകജ രാഘവന്മാരറിക വഴി പോലെ വൈരാമവരോടു സംഭവിച്ചിടുവാൻ കാരണമെന്തെന്നോർക്ക നീ മനസ്സേ പഞ്ചഭൂതാത്മകമായ ശരീരവും പഞ്ചത്വമാശു ഭവിക്കൂ എല്ലാവരും പഞ്ചാത്മക തത്വങ്ങളെ കൊണ്ടു സഞ്ചിതം പുണ്യഭാവങ്ങളാൽ ബദ്ധമായി ത്വക്മാംസമേതോസ്തിമൂത്ര മലങ്ങളാൽ സമ്മേളിതാമതി ദുർഗന്ധമെത്തയും ഞാനെന്ന ഭാവാമതിലുണ്ടായി വരും ജ്ഞാനമില്ലാത ജനങ്ങൾക്ക് അവർക്ക് നീ ഹന്താജടാത്മകമായ കായത്തിങ്കൽ എന്തോരാസ്ത ഭവിക്കുന്നതും ധീമതം യാതൊന്നു മൂലമായി ബ്രഹ്മഹത്യാദിയാം പാതകൗകങ്ങൾ കൃതങ്ങളാകുന്നതും ഭോക്താവായ ദേഹം ക്ഷണം കൊണ്ട് രോഗാദി മൂലമായി സമ്പദിക്കും ദൃഢം പുണ്യഭാവങ്ങളോടും ചേർന്നു ജീവനും വന്നുകൂടും സുഖദുഃഖബന്ധനം ദേഹത്തെ ഞാനെന്നു കൽപ്പിച്ചു കർമ്മങ്ങൾ മോഹത്തിലാലവശത്വേന ചെയ്യുന്നു ജന്മാമരണങ്ങളും അതുമൂലമായി സ്വമോഹിതന്മാർക്കും വന്നു ഭവിക്കുന്നു ശോകചരാമരണാദികൾ നീക്കുവാനാകയാ ദേഹാഭിമാനം കളകനീ ആത്മാവ് നിർമ്മലൻ അവ്യയനദ്വയനാത്മാന മാത്മനാ കണ്ടു തെളിക നീ ആത്മാവിനെ സ്മരിച്ചിടുക സന്തതമാത്മാത്മാത്മനി തന്നെ ലയിക്ക നീ കേവലം പുത്രധാരാർത്ഥ ഗൃഹാദി വസ്തുക്കളിൽ ശക്തി കളഞ്ഞു വിരക്തനായി വാഴുക ശൂകരശ്വാദി ദേഹങ്ങളിലാകിലും ഭോഗം നരകാദികളിലും ഉണ്ടല്ലോ ദേഹം വിവേകാഢ്യ മായതും പ്രാപിച്ചതാഹന്ത പിന്നെ ദ്വിജത്വവും വന്നിരു കർമ്മഭൂവാമത്ര ഭാരതഖണ്ഡത്തിൽ നിർമ്മലം ബ്രഹ്മജന്മം ഭവിച്ചിടാൻ പിന്നെയുണ്ടാകുമോ ഭോഗത്തിലാഗ്രഹം ധന്യനായുള്ളവനോർക്ക മഹാമതേ പൗരസ്ത്യപുത്രനാം ബ്രാഹ്മണാഢ്യൻ ഭവാൻ ത്രൈലോക്യസമ്മതൻ ഘോരാതബോധനൻ എന്നിരിക്കെ പുനരജ്ഞാനിയെ പോലെ പിന്നെയും ഭോഗാഭിലാഷമെന്തിങ്ങനെ ഇന്നു തുടങ്ങി സമസ്ത സംഘങ്ങളും നന്നായി പരിത്യജിച്ചിടുക മനസ്സേ രാമനെ തന്നെ സമാശ്രയിച്ചിടുക രാമനാകുന്നത് ആത്മാപരനദ്വയൻ സീതയെ രാമനോ കൊണ്ടു കൊടുത്തു തൽപാദ പത്മാരുശരനായി ഭവിക്കതി സർവഭാവങ്ങളിൽ നിന്നു വിമുക്തനായി
ദിവ്യമാം വിഷ്ണുലോകം ഗമിക്കായി വരും. നല്ലാശു കീഴ്പോട്ട് പോയി ചെല്ലും. നരകത്തിലൊരു സംശയം, നല്ലതത്രേ ഞാൻ നിനക്കോ പറഞ്ഞതു. നല്ല ജനത്തോടും ചോദിച്ചു കൊള്ളടോ. രാമേ ദേവിച്ചുകൊണ്ടാമയം വേറിട്ടു സാധിക്ക മോക്ഷവും. സത്സംഗമത്തോടും രാമചന്ദ്രം ഭക്തവത്സരം. ലോകാശരണ്യം ശരണദം ദേവം മരതകാന്തി കാന്തം രമാസേവിതം. ചാപബാണായുധം രാഘവം സുഗ്രീവസേവിതം. ലക്ഷ്മണ സംയുതം രക്ഷാനിഗുണം വിഭീഷണസേവിതം. ഭക്തിയാ നിരന്തരം ധ്യാനിച്ചുകിലോ മുക്തി വന്നിടുമെന്നില്ല സംശയം. ഇത്തം ശുഭവാക്യമജ്ഞാനനാശനം ശ്രുത്വാ ദശാസ്യനും ക്രോധതാമ്രാക്ഷനായി ദുഃഖനായി പോകും. ശുഗരെന്നു തോന്നുമാർ അത്യന്തരോഷേണ നോക്കിയുര ചെയ്താൻ. ഭൃത്യനായുള്ള നീ ആചാര്യനെ പോലെ നിസ്ത്രഭം ശിക്ഷ ചൊല്ലുവാൻ എന്തു കാരണം? പണ്ടു നീ ചെയ്തൊരുപകാരം മൂർക്കയാ രുണ്ടുകാരുണ്യമെനിക്കിതുകൊണ്ടു ഞാൻ. ഇന്നു കൊല്ലുന്നതില്ലെന്നു കൽപ്പിച്ചേൻ. മുന്നിൽ നിന്നാശു മറിയത്തു പോകനെ. കേട്ടാൽ പൊറുക്കരുതാതൊരു വാക്കുകൾ കേട്ടു പൊറുപ്പാൻ ക്ഷമയൂപനിക്കില്ല. എന്നുടെ മുമ്പിൽ നീ കാക്ഷണം നിൽക്കിലോ വന്നുകൂടും മരണം നിരക്കുന്നുമേ. എന്നതു കേട്ടു പേടിച്ചു വിറച്ചവൻ ചെന്നു തന്മന്ദിരം ബുക്കരുളിടിനാൻ. എന്നതു കേട്ടു പേടിച്ചു വിറച്ചവൻ ചെന്നു തന്മന്ദിരം ബുക്കരുളിടിനാൻ. എന്നതു കേട്ടു പേടിച്ചു വിറച്ചവൻ ചെന്നു തന്മന്ദിരം ബുക്കരുളിടിനാൻ.